നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിടയുന്ന ജീവന് മുന്നിൽ കാറുകാരന്റെ അഭ്യാസം. മട്ടന്നൂരിലെ റുഖിയ വഴിമധ്യേ മരിച്ചു. ആംബുലൻസിന് തടസ്സമിട്ട കാറിനെതിരെ അന്വേഷണം. പരാതി നൽകിയ ആംബുലൻസ് ഡ്രൈവർ. കടലിലെ ധാതു ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ. കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം. ജോലിക്കാവശ്യമായ മണ്ണെണ്ണ നൽകണമെന്നും ആവശ്യം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. തോട്ടടിയിലും മുഴപ്പാലിലും എത്തിച്ചേർന്നത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. യാത്ര രാജ്യ പുരോഗതിയിൽ മഹിളാ കോൺഗ്രസിന്റെ സേവനം ഉറപ്പാക്കാൻ സാഹസ് യാത്ര 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വാർത്തകൾ വിശദമായി. കണ്ണൂർ എരിഞ്ഞോളിയിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് വഴി നൽകാതെ കാർ യാത്രികൻ. ആംബുലൻസിൽ ഉണ്ടായിരുന്ന മട്ടന്നൂർ സ്വദേശി റുഖിയ ആശുപത്രിയിൽ എത്തിച്ചയുടൻ മരിച്ചു. കാർ യാത്രികനെതിരെ ആംബുലൻസ് ഡ്രൈവർ പോലീസിനും RTOക്കും പരാതി നൽകി. ആംബുലൻസിന്റെ യാത്രയിൽ ഓരോ നിമിഷത്തിനും ജീവന്റെ വിലയുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്നലെ വൈകിട്ട് എരഞ്ഞോളി നായനാർ റോഡിലുണ്ടായത്. ഹൃദയാഘാതമുണ്ടായ 61-കാരി റുഖിയയുമായി മട്ടന്നൂരിൽ നിന്നും തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. അതിനിടെയാണ് നായനാർ റോഡിൽ വെച്ച് ഏകദേശം 1/2 കിലോമീറ്ററോളം ആംബുലൻസിന് മുന്നിൽ KL 58 AK 3777 നമ്പർ കാർ തടസ്സം നിന്നത്. തലശ്ശേരി ഇന്ദിരാഗാന്ധിയിലേക്ക് പുറപ്പെട്ടായിരുന്നു വണ്ടി. കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഓക്സിജൻ കൊടുത്ത് അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫിനെയും വിട്ടായിരുന്നു. CPR കൊടുക്കേണ്ടതുകൊണ്ട് സ്റ്റാഫിനെയും വിട്ട് തന്ന് തലശ്ശേരിക്ക് കൊണ്ടുപോയായിരുന്നു. മോൻ്റെ മകനും സ്റ്റാഫ് വന്ന് വണ്ടിയിലുണ്ടായിരുന്നു. തലശ്ശേരി എത്തുന്നതിന് നായനാർ റോഡ് വെച്ചാണ് ഒരു കാറുകാരൻ 3 പ്രാവശ്യം കാറുകാരൻ ഒതുക്കാൻ സ്ഥലമുണ്ടായിട്ടും നമ്മൾ സൈഡ് തന്നിട്ടില്ല. 4 പ്രാവശ്യം ഇങ്ങനെ തന്നെ കളിപ്പിച്ച് കളഞ്ഞു. ഹോസ്പിറ്റലിലെത്തി കേസുവായിട്ട് കേട്ട് അനുഭവിച്ചുകൊണ്ട് ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് പറഞ്ഞത്. വളരെ വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ഈ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ആ കാറുകാരന് ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ടും അയാൾ വണ്ടി ഒതുക്കുന്നു. എന്നാൽ കാരണം എന്നറിയില്ല, എവിടെയില്ല ആളാണെന്ന് അറിയില്ല. വണ്ടി നമ്പറും ഡീറ്റെയിൽസെല്ലാം വെച്ചിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊന്ന് കതിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. കാറിനെ അരികിലേക്ക് ഒതുക്കി നിർത്താൻ ഇടമുണ്ടായിരുന്നുവെന്ന് ദൃശ്യത്തിൽ വ്യക്തം. കതിരൂർ പോലീസിനും RTOയ്ക്കും ആംബുലൻസ് ഡ്രൈവർ ശരത് പരാതി നൽകിയിട്ടുണ്ട്. കാർ യാത്രികൻ സൈഡ് നൽകാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പൂർണ്ണമായും പറയാനാകില്ല. എങ്കിലും ആ തടസ്സം ഇല്ലാതിരുന്നുവെങ്കിൽ അല്പം കൂടി വേഗത്തിൽ ആശുപത്രിയിൽ എത്തുമായിരുന്നു. തോട്ടട SN കോളേജ് ഗ്രൗണ്ടിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഉണങ്ങി നിൽക്കുന്ന തറ പുല്ലുകൾക്ക് തീ പടർന്ന് ആളിക്കത്തുകയായിരുന്നു. സമീപത്തു തന്നെയാണ് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറിയും കോളേജ് ഇൻഡോർ സ്റ്റേഡിയവും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഡ്രൈവിംഗ് ട്രസ്റ്റ് ഗ്രൗണ്ടും നിരവധി വാഹനങ്ങളും സമീപത്തുണ്ട്. റോഡിന് എതിർവശം നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന മേഖലയിലെ തീപിടുത്തം ജനങ്ങളിൽ ഭീതി പരത്തി. തക്ക സമയത്ത് ഫയർ യൂണിറ്റ് എത്തി തീ അണച്ചതിനാൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. തോട്ടട വെസ്റ്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്തനാർബുദം സ്വയം പരിശോധനാ പരിശീലനവും ദന്തപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ സെന്റർ കോടിയേരി, ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ച് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. കൗൺസിലർ PV കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തോട്ടട വെസ്റ്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മലബാർ ക്യാൻസർ സെന്റർ കോടിയേരിയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ചും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്തനാർബുദം സ്വയം പരിശോധനാ പരിശീലനവും ദന്തപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചത്. ചെയ്യാമെന്ന് സ്ത്രീകൾക്ക് ഒരു ഡമ്മി മോഡൽ ഉപയോഗിച്ചുകൊണ്ട് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കുന്ന സെഷനാണ് മൂന്നാമത്. അങ്ങനെ 3 സെഷൻസ് ആയിട്ടാണ് ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസ്. എവിടെയാണ് ലോകം മുഴുവനുള്ള കണക്കുകൾ. അപ്പൊ ലോകത്തിൽ ഏറ്റവും അധികം കാണുന്ന ക്യാൻസർ ഏതാണ്? രാവിലെ 10 മണി മുതൽ തോട്ടട വെസ്റ്റ് UP സ്കൂളിലായിരുന്നു പരിപാടി. പരിശോധനയിൽ നിരവധി പേർ പങ്കെടുത്തു. 2024-25 വർഷത്തെ ജില്ലയിലെ മികച്ച ക്ഷീരസംഘമായി തെരഞ്ഞെടുത്ത അഞ്ചരക്കണ്ടി ക്ഷീരസംഘം സെക്രട്ടറി ക്ഷീരമിത്ര അവാർഡ് ജേതാവ് PP മനോജിനും മികച്ച ക്ഷീര കർഷകൻ K പ്രതീഷിനും അഞ്ചരക്കണ്ടി ക്ഷീരസംഘം ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് അനുമോദനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന സംഘങ്ങളിൽ ഒന്നാണ് അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം. ഇത് ഈ വേദിയിൽ വന്നതുകൊണ്ട് ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല, ഉള്ളിൽ തട്ടി പറയുന്നതാണ്. കാരണം ഈ സംഘവുമായിട്ട് നേരത്തെ ജയരാജ മാഷ് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വർഷത്തെ ഒരു ബന്ധം
ഒരു ബന്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു നാഭീനാള ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോഴൊക്കെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മറ്റെല്ലാവരും ഉപരി, അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊന്നല്ല പറയാം, മറ്റെല്ലാവരും ഉപരി ഒരു ചരടിൽ കോർത്ത പോലെ പ്രവർത്തിക്കുന്ന അതിന്റെ ഭരണസമിതിയും ജീവനക്കാരുമാണ്, ഒപ്പം ക്ഷീര കർഷകർ. ഇതാണ് ഈ സംഘത്തിന്റെ കരുത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുൻ പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കെ രമേശൻ സ്വാഗതം പറഞ്ഞു. അരനൂറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം ഇന്ന് 300ഓളം ക്ഷീരകർഷകരിൽ നിന്നും 4000 ലിറ്ററിലധികം പാൽ സംഭരിച്ച് വിതരണം ചെയ്യുകയും അഞ്ചരക്കണ്ടി മിൽക്ക് എന്ന ബ്രാൻഡ് പാക്കറ്റ് പാല്, തൈര്, നെയ്യ്, മോര് തുടങ്ങിയ വിവിധ പാൽ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്തു വരുന്നുമുണ്ട്. ജില്ലാ ക്ഷീരവികസന ഓഫീസർ ഒ സജിനി മൊമന്റോ വിതരണം ചെയ്തു. മുഖ്യാതിഥിയുമായിരുന്നു. തലശ്ശേരി ക്ഷീരവികസന ഓഫീസർ വി കെ നിഷാദ്, പി വത്സല, കെ സി അബ്ദുറഹ്മാൻ, എം പ്രശാന്തൻ, കെ ശാലിന, കെ ശശി, എം കെ പുരുഷോത്തമൻ, ആർ പി അശോകൻ, പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് നിലനിൽക്കുന്നത് തന്നെ ക്ഷീര കർഷകരും ക്ഷീര സംഘങ്ങളും ഇവിടെ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്. എന്ന് നമ്മുടെ ക്ഷീര കർഷകർ ഈ മേഖല കൈവിടുന്നു, അന്ന് നമ്മുടെ ക്ഷീര സംഘങ്ങളുടെ നിലനിൽപ്പ് ചോദ്യചിഹ്നമായി മാറും. പിന്നെ ഒരു ക്ഷീരവികസന വകുപ്പിന്റെ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാകും. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പിടയുന്ന ജീവന് മുന്നിൽ കാറുകാരന്റെ അഭ്യാസം. മട്ടന്നൂരിലെ റുഖിയ വഴിമധ്യേ മരിച്ചു. ആംബുലൻസിന് തടസ്സമിട്ട കാറിനെതിരെ അന്വേഷണം. പരാതി നൽകിയ ആംബുലൻസ് ഡ്രൈവർ. കടലിലെ ധാതു ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ. കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം. ജോലിക്കാവശ്യമായ മണ്ണെണ്ണ നൽകണമെന്നും ആവശ്യം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. തോട്ടടിയിലും മുഴപ്പാലിലും എത്തിച്ചേർന്നത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. യാത്ര രാജ്യ പുരോഗതിയിൽ മഹിളാ കോൺഗ്രസിന്റെ സേവനം ഉറപ്പാക്കാൻ സാഹസ് യാത്ര 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GIT ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ അവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GITD ക്ലാസുകൾ കൊടുക്കുന്നത്. പിന്നെ GITD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അഭിമാനം എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ അനുവദിക്കുക, കടലിലെ ധാതുഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങുക, കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, മത്സ്യത്തൊഴിലാളികൾക്ക് വെള്ളം കടലിലിറക്കണമെങ്കിൽ ആ കടലിലിറക്കാൻ അവർ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ, മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇന്ധനം വേണം. ആ ഇന്ധനം നേരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡിയോടുകൂടി ആ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ തുടരെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് ആ ഇന്ധനം വെട്ടിക്കുറക്കുന്നു.
അതിനുള്ള സഹായം ഇല്ലാതാകും. അതിന്റെ ഫലമെന്താണ്? മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളിയുടെ അവൻ ജോലി ചെയ്യുന്ന അവസരത്തിലുള്ള ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുമേഷ് CP അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NP ശ്രീനാഥ് സ്വാഗതം പറഞ്ഞു. അരക്കൻ ബാലൻ, യു റയീസ് എന്നിവർ സംസാരിച്ചു. മാർച്ചിന് K രാജീവൻ, K കവിത, P അനില തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 15-ന് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പൂജകൾ നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പ്രദേശവാസികളുടെ നൃത്തസന്ധ്യ അരങ്ങേറി. ജനുവരി 16-ന് നീലിയാർ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നവകാഭിഷേകം, നവകപൂജ, ഉച്ചപൂജ, ഉഷപൂജ എന്നിവ നടന്നു. വൈകിട്ട് 5 മണിയോടെ വടക്കൻ കലാസമിതിയുടെ ശിങ്കാരിമേളത്തോടെ ചെറുകുന്ന് കതിരുവക്കുന്നറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര പുറപ്പെട്ടു. വിവിധ ഇടങ്ങളിൽ ഗംഭീര സ്വീകരണമാണ് കലവറ ഘോഷയാത്രയ്ക്ക് ലഭിച്ചത്. ക്ഷേത്രത്തിലെ മുൻകാല ഭാരവാഹികളെ ആദരിക്കൽ ചടങ്ങ് നടന്നു. ശേഷം കണ്ണൂർ സംഘകാലയുടെ നേതൃത്വത്തിൽ വിഷ്വൽ കലാമേള ശ്രീ മുച്ചിലോട്ട് അമ്മ അരങ്ങേറി. ജനുവരി 17 വൈകിട്ട് 7-ന് ക്ഷേത്ര മാതൃസമിതിയുടെ മെഗാ തിരുവാതിര, തുടർന്ന് തായമ്പക, നിറമാല, തിറയാരംഭം എന്നിവ ഉണ്ടാകും. നാളെ രാവിലെ മുതൽ ഒഴക്രവും വൈക്കരിയുടെ നാരായണീയ പാരായണം, രാത്രി നീലിയാർ ഭഗവതി കുട്ടിത്തെയ്യം, ഊർപ്പഴശ്ശി വേട്ടക്കൊരുമകൻ തിറകളുടെ പുറപ്പാടും, സമാപന ദിവസമായ 19-ന് പുലർച്ചെ ഉഗ്രമൂർത്തി പുള്ളി വേട്ടക്കൊരുമകൻ തിറപ്പുറപ്പാടും ഉണ്ടാകും. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച ഉച്ചയ്ക്കും ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് ഉണ്ടാവും. ചരിത്രപ്രസിദ്ധമായ കാർത്തികപുരം കോഴിത്താവളം ശ്രീ പായത്തി കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവീക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം 22 മുതൽ 25 വരെ നടക്കും. വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരതയിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്നിലോട്ടില്ലത്ത് മാധവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മാടവന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്നിയോട്ടില്ലത്ത് മാധവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മാടവന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. കളിയാട്ടത്തിന് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടെ ആരംഭം കുറിച്ചു. 22-ന് പയ്യന്നൂർ സാമന്തൻ അഷ്ടമച്ചാൽ പുതിയിടത്തിൽ നിന്നും അമ്മയുടെ ശ്രീമൂലം വിഗ്രഹം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും പടപ്പേങ്ങാട് ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയുമായി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. 22 മുതൽ 24 വരെ 3 ദിനരാത്രങ്ങളിലാണ് കളിയാട്ടം നടക്കുന്നത്. 20-ന് വാദ്യമേള അകമ്പടിയോട് കൂടിയ വർണ്ണശബളമായ കലവറ നിറക്കൽ ഘോഷയാത്രയും നടക്കും. ജനുവരി മാസം 22-ാം തീയതി മുതലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പായത്തി കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവീക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ആരംഭിക്കുന്നത്. 22 മുതൽ 25 വരെയാണ് കളിയാട്ടം. വിവിധ കലാപരിപാടികളുണ്ട്. അതോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂല വിഗ്രഹം ട്രസ്റ്റിയുടെ വീടുത്തെ പയ്യന്നൂർ തറവാട്ടിൽ നിന്നും ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടത് നമ്മൾ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് ഇരുത്തി ആണ് പ്രധാന ചടങ്ങ്. പൂജ തുടങ്ങി, ഉത്സവം തുടങ്ങി. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പല കലാപരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മേൽപ്പുര നിർമ്മാണം നടക്കുകയാണ്. മേൽപ്പുര നിർമ്മാണം ഒരു 20 ലക്ഷം രൂപ ചിലവ് വരുന്നതാണ്. ഒരു 15 ഫില്ലർ ഉയർത്തി അതിനു മേളിലാണ് ക്ഷേത്രം പൂർണ്ണമായിട്ടും ക്ഷേത്രവും തിടപ്പള്ളിയും നനയാതെ ആക്കിക്കൊണ്ടുള്ള ഈ നിർമ്മാണം പുരോഗമിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഈ പഞ്ചായത്തിലും വിവിധ പഞ്ചായത്തിലും നടന്ന് പിരിവെടുത്ത് കൊണ്ടുവരുന്നതാണ്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് സീക്ലാസ് ക്ഷേത്രമാണ്, വലിയ വരുമാനങ്ങളില്ലാത്ത ക്ഷേത്രമാണ്. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നടത്തുന്നതാണ്. നല്ലൊരു കമ്മിറ്റി ഇവിടെയുണ്ട്. ആണുങ്ങളുടെ കമ്മിറ്റിയും പെണ്ണുങ്ങളുടെ കമ്മിറ്റിയും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് അവരാണ് എല്ലാത്തിനുമുള്ള പ്രചോദനമായിട്ട് ഈ കമ്മിറ്റി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനം പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ക്ഷേത്രം മേൽപ്പുര നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണ ഫണ്ടിലേക്ക് തുക ശേഖരിക്കുകയാണ് കമ്മിറ്റി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 2 നേരം അന്നദാനവുമുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 2025-ന് ഭിന്നശേഷി കുട്ടികളുടെ രാഗലയം ഗ്രൂപ്പിന്റെ സ്വാഗത നൃത്തത്തോടുകൂടി തുടക്കമായി. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ദേവതീർത്ത് വായ കൊണ്ടുവരച്ച ചിത്രം മന്ത്രിക്ക് കൈമാറി. ഗായിക ജസീല സലീമിന്റെ ഗാനമേളയും നടന്നു. ജനുവരി 27 നടക്കുന്ന സമാപന സമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം. പുഷ്പോത്സവം കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ്. പുഷ്പോത്സവം സംഘടിപ്പിച്ച സംഘാടകർ ആയിരങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. അവർക്കത് കണ്ണിനും മനസ്സിനും കുളിർമയായി മാറുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അതിമനോഹരമായി അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുറച്ചിടം മാത്രമേ ഞങ്ങൾക്കെല്ലാം കൂടി നടന്നു കാണാൻ കഴിഞ്ഞുള്ളൂ. കണ്ടിടത്തോളം തന്നെ അതിമനോഹരം തന്നെയാണ്. പൂക്കൾ മാത്രമല്ല, ചില ചെടികൾ തന്നെ അതിൻ്റെ ഇലകളുടെ നിറങ്ങൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി നിൽക്കുമ്പോൾ എത്ര ഒരു സന്തോഷകരമായ കാഴ്ചയാണതെന്ന് നോക്കുക.
പല വർണ്ണത്തിലുള്ള ഇലകൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി തന്നെ നിൽക്കുന്ന ആ ചെടികൾ ഏതൊരാളിന്റെയും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നാണ്. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണം 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന വർണ്ണോദ്യാനമാണ്. ജൈവവളം, ജൈവ കീടനാശിനികൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയ്ക്കായി സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച അക്വാസ്കേപ്പിംഗും പുഷ്പോത്സവത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. സംസ്ഥാനത്തിനകത്തെയും അന്യസംസ്ഥാന നഴ്സറികളിൽ നിന്നുമുള്ള ഔഷധ സസ്യങ്ങളും നടീൽ വസ്തുക്കളും വിവിധ തരത്തിലുള്ള ചെടികളും ചൈനയിൽ നിന്നുള്ള ഇരപിടിയൻ ചെടിയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, അനർട്ട്, വനം വകുപ്പ്, ഫിഷറീസ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, ആറളം ഫാം, കരിമ്പം ഫാം തുടങ്ങിയവയുടെ പവലിയനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 5 വയസ്സിന് താഴെയും 80 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൗജന്യമാണ്. 60 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. 12 ദിവസങ്ങളിലായി നടക്കുന്ന പുഷ്പോത്സവത്തിൽ സലാഡ് അറേഞ്ച്മെന്റ്, പാചകം, പുഷ്പറാണി, പുഷ്പരാജ മത്സരങ്ങൾ, വെജിറ്റബിൾ കാർവിംഗ് ക്ലാസുകൾ, കൊട്ടമെടയൽ, മൊബൈൽ ഫോട്ടോഗ്രാഫി, കാർഷിക ഫോട്ടോഗ്രാഫി, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ജനറൽ കൺവീനർ നാഗരൻ VP സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ IAS അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ MN സംസ്ഥാന കാർഷിക അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ബിന്ദു K. അഗസ്റ്റിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ KC വത്സല നന്ദി പറഞ്ഞു. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സമ്മേളനം ജനുവരി 20 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ബാബു പുന്നാട് പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവர்களാണ്. നമ്മുടെ സംഘടന 2008 ആലപ്പുഴ ജില്ലയിലാണ് രൂപം കൊണ്ടത്. കഴിഞ്ഞ 15 വർഷക്കാലം തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ സാമഗ്രികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റം, അതോടൊപ്പം ബിൽഡിങ്ങുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി വർധനവ്, അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം, ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നിർമ്മാണ മേഖല പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരുപാട് പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ശശീന്ദ്രൻ CV, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുധൻ മട്ടന്നൂർ, രാജേഷ് കണ്ണൂർ, പൊന്നുസ്വാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വന്ദേ മാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം മികച്ച ദേശഭക്തി ഗാനം. ഡോക്ടർ CV രഞ്ജിത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ മോട്ടിവേഷണൽ അവാർഡ്. ജനുവരി 19 മുംബൈയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ CV രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡോക്ടർ CV രഞ്ജിത്തിന് സംവിധാനവും സംഗീത സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനത്തിലൂടെയാണ് പുരസ്കാരം നേടിയത്. ഈ ഗാനം മികച്ച ദേശഭക്തി ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരി 19 മുംബൈയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ CV രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങും. നേരത്തെ ഇതേ ഗാനത്തിലൂടെ ഡോക്ടർ CV രഞ്ജിത്ത് ലോക റെക്കോർഡുകൾ നേടിയിരുന്നു. വേൾഡ് റെക്കോർഡ് യൂണിൻ്റെയും വേൾഡ് റെക്കോർഡ് ഇന്ത്യയുടെയും ലോക റെക്കോർഡാണ് ഡോക്ടർ CV രഞ്ജിത്ത് വന്ദേ മാതരം എന്ന ഗാനത്തിലൂടെ സ്വന്തമാക്കിയിരുന്നത്. മഹാരാഷ്ട്രയിലെ ഗ്ലോബൽ സ്കോളേഴ്സ് ഫൗണ്ടേഷൻ നൽകുന്ന ഭൂഷൺ പുരസ്കാർ, മുംബൈ എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്നീ അംഗീകാരങ്ങളും ഈ ഗാനത്തിലൂടെ ഡോക്ടർ CV രഞ്ജിത്ത് സ്വന്തമാക്കിയിരുന്നു. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. പിടയുന്ന ജീവന് മുന്നിൽ കാറുകാരന്റെ അഭ്യാസം. മട്ടന്നൂരിലെ റുഖിയ വഴിമധ്യേ മരിച്ചു. ആംബുലൻസിന് തടസ്സമിട്ട കാറിനെതിരെ അന്വേഷണം. പരാതി നൽകിയ ആംബുലൻസ് ഡ്രൈവർ. കടലിലെ ധാതു ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ. കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം. ജോലിക്കാവശ്യമായ മണ്ണെണ്ണ നൽകണമെന്നും ആവശ്യം.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. തോട്ടടിയിലും മുഴപ്പാലിലും എത്തിച്ചേർന്നത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. യാത്ര രാജ്യ പുരോഗതിയിൽ മഹിളാ കോൺഗ്രസിന്റെ സേവനം ഉറപ്പാക്കാൻ സാഹസ് യാത്ര 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GATUD ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ അവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GATD ക്ലാസ്സുകൾ കൊടുക്കുന്നത്. പിന്നെ GATD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴപ്പാലിയിൽ സ്വീകരണം നൽകി. KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തന്നെ സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കാതെ 2 മാസം കഴിഞ്ഞു. അവരും സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. കരാറുകാർക്ക് കൊടുക്കാൻ ഇവർക്ക് പണമില്ല. കർഷകരുടെ അടുത്തു നിന്നും സംഭരിച്ച നെല്ലിന് അതിന്റെ വില കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എത്ര മാസങ്ങളായി നമ്മുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പാചക തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഇവർക്ക് പണമില്ല. എന്നാൽ ഇവരുടെ ധൂർത്തിനും അഴിമതിക്കും യാതൊരു കുറവുമില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. കേരളീയം എന്നും നവകേരള സദസ്സും എന്നും ഒക്കെ പറഞ്ഞ് ഇവർ കോടികളുടെ ധൂർത്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത്. മണ്ഡലം പ്രസിഡന്റ് M. നിർമ്മല അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ സ്വാഗതം പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, ജില്ലാ പ്രസിഡന്റ് ശ്രീജ മടത്തൻ, മഹിളാ സംസ്ഥാന സെക്രട്ടറി നസീമ ഖാദർ, TC പ്രിയ, M. ഉഷ, ജില്ലാ ജനറൽ സെക്രട്ടറി PK ഇന്ദിര, MK അംബിക, ചക്കരക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് EK സുജാത തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ യാത്രയിൽ നമുക്ക് നമ്മുടെ യാത്രയിൽ പങ്കെടുക്കുന്നവരുടെ മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ അമ്മമാരുടെയും സ്ത്രീകളുടെയും അവരുടെ ഒക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്രയുമായി കടന്നു പോകുന്നത്. ഈ യാത്രയുടെ മുദ്രാവാക്യം എത്രത്തോളം പ്രസക്തമാണെന്ന് ദിവസം ചെല്ലുന്തോറും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഇതിന്റെ പ്രസക്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രക്ക് എടക്കാട് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തോട്ടടിയിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മൂവർണ്ണക്കൊടി നെഞ്ചോട് ചേർത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്നതിന്റെ തെളിവാണ് തോട്ടടയിലെ ജനക്കൂട്ടം. ജോലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ല നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ നടത്തുന്നതെന്ന് JB മേത്തർ MP പറഞ്ഞു. ഈ രാവിലെ ഇത്രയും സഹോദരിമാരും സഹപ്രവർത്തകരും മൂവർണ്ണക്കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം പറയുമ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഈ യാത്രക്കുള്ള ഏറ്റവും വലിയ ഊർജം. അത് നൽകിയതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര 1474
മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 87 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി കടന്നു ചെല്ലുന്നത്. ജില്ലാ പ്രസിഡന്റ് ശ്രീജ മളത്തിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ, അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, മനോജ് പൂവേരി, രജനി രാമാനന്ദ്, എം ഉഷ, ടി സി പ്രിയ, ഉഷ അരവിന്ദ്, അമൃത രാമകൃഷ്ണൻ, കായ്ക്കുൾ രാഹുൽ, വിനോദ് പുതുക്കുടി, തിലകൻ, പത്മിനി ടീച്ചർ, ഷർമിള എ, ശ്യാമള വി, ബാലകൃഷ്ണൻ, ബിജോയ് തയ്യൽ, മഹേഷ് ചാല, രമ്യ ബിജു, മുകേഷ് മാസ്റ്റർ, ലിജിന, പ്രവീൺ കിഴുന്ന, സായിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ നായിക അഡ്വക്കേറ്റ് JB മേത്തർ സ്വീകരണത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഡിവിഷൻ പ്രസിഡന്റുമാർ, പോഷക സംഘടനാ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ഹാരാർപ്പണം ചെയ്തു. പ്രീത PK അധ്യക്ഷത വഹിച്ചു. രേഷ്മ KK സ്വാഗതവും ഗീത സുരേഷ് നന്ദിയും പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാലയിൽ MT അനുസ്മരണം നടന്നു. സാഹിത്യകാരൻ CM രാജീവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P കരുണാകരൻ സ്വാഗതം പറഞ്ഞു. C നാരായണൻ, C സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ അർത്ഥത്തിലും വ്യക്തമാക്കി തരുന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഈ അനുസ്മരണ പരിപാടി. പക്ഷെ ഈ അനുസ്മരണം എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അനൗചിത്യവും ഞാൻ കാണുന്നുണ്ട്. ഒരാളെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറന്നുപോയ ഒരാളെ കുറിച്ചുള്ള ഒരു ഓർമ്മയെ നമ്മുടെ മനസ്സിലേക്ക് ബലേന തിരിച്ചുകൊണ്ടുവരുന്നതാണ്. MT പോലുള്ള ഒരു എഴുത്തുകാരനെ നമ്മൾ ഒരിക്കലും മറന്നു പോയിട്ടില്ല. മറന്നു പോകാത്ത ഒരാളെ കുറിച്ച് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം കൂടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരു പദം കൊണ്ടല്ലാതെ ഈ ആശയം വ്യക്തമാക്കാനൊട്ട് സാധ്യമല്ല. കൂടാളി താറ്റ്യോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റം നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭന് മുന്നി നമ്പൂതിരിപ്പാടും മേൽശാന്തി കാര ഭട്ടതിരി ഇല്ലത്ത് കൃഷ്ണപ്രസാദ് ഭട്ടതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തായമ്പക, വിശേഷവാദ്യങ്ങൾ, അത്താഴപൂജ, ശ്രീഭൂതബലി, ഉത്സവം, എഴുന്നള്ളത്ത്, തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, നൃത്യങ്ങളും അരങ്ങേറി. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7450, പവന് 59,600 രൂപ, വെള്ളി 104 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിടയുന്ന ജീവന് മുന്നിൽ കാറുകാരന്റെ അഭ്യാസം. മട്ടന്നൂരിലെ റുഖിയ വഴിമധ്യേ മരിച്ചു. ആംബുലൻസിന് തടസ്സമിട്ട കാറിനെതിരെ അന്വേഷണം. പരാതി നൽകിയ ആംബുലൻസ് ഡ്രൈവർ. കടലിലെ ധാതു ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ. കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം. ജോലിക്കാവശ്യമായ മണ്ണെണ്ണ നൽകണമെന്നും ആവശ്യം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. തോട്ടടിയിലും മുഴപ്പാലിലും എത്തിച്ചേർന്നത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. യാത്ര രാജ്യ പുരോഗതിയിൽ മഹിളാ കോൺഗ്രസിന്റെ സേവനം ഉറപ്പാക്കാൻ സാഹസ് യാത്ര 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.